ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അവിൽ വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം അവർക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ ഞാനിവിടെ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഈ അവിൽ ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അവിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്കിത് ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഒരു 3 വെള്ളത്തിലിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുകിയെടുത്ത അവിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിൻ്റെ ശേഷം ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ അവിൽ കുതിർത്ത് വെക്കാണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ അധികം നനവ് പാടില്ല. ഇപ്പം കണ്ടില്ലേ, ഇത് ഒന്നിനോടൊന്ന് തൊടാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്തതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത തൈരും വെള്ളമൊക്കെ ശരിക്കും അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. അവിൽ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിത് തൈരിൽ സോക്ക് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കൊരു പിടി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഷേപ്പ് ഹോൾഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാൻ. കുറച്ച് കയ്യിലെടുത്തിട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ശരിക്കിത് ഷേപ്പ് ഹോൾഡ് ചെയ്ത് കിട്ടണം. ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും അവലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ അവലും ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിതിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈയിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. 2 കൈ വെച്ചിട്ടും ഇതിങ്ങനെ ഉരുട്ടിയിട്ട് നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്കിതുപോലെ തന്നെ ഉണ്ടകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഉണ്ടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും ക്രാക്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ച് ഉണ്ടകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ ഉണ്ടകൾ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കരുത്. ഒരു 2-3 ഉണ്ടകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചട്ടകം വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഇത് ചിലപ്പം പൊട്ടിപ്പോവും. അതുകൊണ്ട് വെറും 2-3 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇവിടെ അവിൽ വെച്ചിട്ടുണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റി പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉണ്ടകളും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അവിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ 4 മണി ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ഉണ്ടകളും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.